ഇതാ ഇന്ന് 2025 ഏപ്രിൽ 30 ഇന്ത്യയിലും കേരളത്തിലും ശ്രദ്ധേയമായ 20 പ്രധാന വാർത്തകൾ. 1. പഹൽഗാം ഭീകരാക്രമണം. ജമ്മു കാശ്മീരിലെ പഹൽഗാം പ്രദേശത്ത് നടന്ന ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം രൂക്ഷമായി. 2. പാകിസ്ഥാന്റെ ആരോപണം. പാകിസ്ഥാൻ, ഇന്ത്യ അടുത്ത 24 മുതൽ 36 വരെ മണിക്കൂറിനുള്ളിൽ സൈനിക നടപടി സ്വീകരിക്കാൻ പദ്ധതിയിടുന്നുവെന്ന് ആരോപിച്ചു. ഇന്ത്യൻ സർക്കാർ ഇത് തള്ളിക്കളഞ്ഞു. 3. വിശാഖപട്ടണം അപകടം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ 20 അടി നീളമുള്ള റോഡ് ഭാഗം തകർന്നുവീണ് 7 പേർ മരിച്ചു. 4. വാക്ഫ് ഭേദഗതി നിയമം. വാക്ഫ് ഭേദഗതി നിയമം 2025-നെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം തുടരുന്നു. മുർഷിദാബാദ്, ത്രിപുര തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ ഹിംസാത്മകമായി മാറി. 5. മദർ ഡയറി പാൽ വില വർധന. മദർ ഡയറി പാൽ വില ലിറ്ററിന് 2 രൂപ വർദ്ധിപ്പിച്ചു. ഇത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. 6. സരദ മുരളീധരൻ രാജി. കേരളത്തിലെ ചീഫ് സെക്രട്ടറിയായ സരദ മുരളീധരൻ തനിക്ക് വർണ്ണവിവേചനം നേരിട്ടതായി ആരോപിച്ച് ഇന്ന് രാജി സമർപ്പിച്ചു. 7. പുതിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്. 1991 ബാച്ച് IAS ഓഫീസർ, കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി നിയമിതനായി. 8. സ്വാമി വിവേകാനന്ദ U20 ഫുട്ബോൾ. കേരളം സ്വാമി വിവേകാനന്ദ U20 പുരുഷന്മാരുടെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മേഘാലയയെ തോൽപ്പിച്ച് വിജയിച്ചു. 9. ലോട്ടറി ഫലം. സ്ത്രീ ശക്തി SS 465 ലോട്ടറിയുടെ ഫലം പ്രഖ്യാപിച്ചു. ഒന്നാം സമ്മാനം 75 ലക്ഷം രൂപ. 10. പിണറായി വിജയന്റെ ഫോട്ടോയും വിവാദം. പിണറായി വിജയന്റെ ഫോട്ടോ അടങ്ങിയ ടീഷർട്ട് ധരിച്ച് നടത്തിയ ആന്റി ഡ്രഗ് സുംബ ഇവന്റ് രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചു. 11. പങ്ക് മാർക്കറ്റ് ശുപാർശകൾ. ഇന്ന് ഇൻഡോക്സ് വിൻഡ്, സിംഫണി, ജ്യോതി CNC തുടങ്ങിയ ഓഹരികൾക്ക് നിക്ഷേപ ശുപാർശകൾ ലഭിച്ചു. 12. മാർക്കറ്റ് സ്മിത്ത് ഇന്ത്യയുടെ ഓഹരി തിരഞ്ഞെടുപ്പുകൾ. മാർക്കറ്റ് സ്മിത്ത് ഇന്ത്യ ഇന്ന് ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ്, BML എന്നിവയുടെ ഓഹരികൾക്ക് ശുപാർശ നൽകി. 13. അക്ഷയ തൃതീയയിൽ സ്വർണവില പ്രവചനം. അക്ഷയ തൃതീയയുടെ പശ്ചാത്തലത്തിൽ സ്വർണവിലയിൽ ചെറിയ കുറവ് രേഖപ്പെടുത്തി. ഭാവിയിൽ വില വർധനവ് പ്രതീക്ഷിക്കുന്നു. 14. സെറ്റ് പരീക്ഷ അഡ്മിറ്റ് കാർഡ്. സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ഇന്ന് പുറത്തിറങ്ങി. പരീക്ഷാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്യാം. 15. അക്ഷയ തൃതീയ. ബസവ ജയന്തി ബാങ്ക് അവധി. കർണാടകയിൽ ഇന്ന് അക്ഷയ തൃതീയയും ബസവ ജയന്തിയും ആഘോഷിക്കുന്നതിനാൽ ബാങ്കുകൾ അടച്ചിരിക്കും. 16. നീരജ് ചോപ്ര ക്ലാസിക്. നീരജ് ചോപ്ര ക്ലാസിക് മത്സരത്തിൽ 3 ഇന്ത്യൻ താരങ്ങൾ കൂടി ഉൾപ്പെടുത്തി. 17. സുധിർമൻ കപ്പ് ബാഡ്മിന്റൺ. സുധിർമൻ കപ്പിൽ ഇന്ത്യയുടെ സിന്ധു, പ്രണോയ് എന്നിവർ പരാജയപ്പെട്ടു. ഇന്ത്യ ടൂർണമെന്റ് 1-ന് പുറത്തായി. 18. ഓൺമനോരമ റീൽ ഓൺ മത്സരം. ഓൺമനോരമയുടെ റീൽ ഓൺ കോളേജ് റിലീസ് മത്സരത്തിന്റെ അവസാന തീയതി ഇന്ന് വരെ നീട്ടി. 19. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി സംഘർഷം. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ സംഘർഷം തുടരുന്നു. 20. ഇന്ത്യ പാകിസ്ഥാൻ ഡിപ്ലോമാറ്റിക് തർക്കം. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഡിപ്ലോമാറ്റിക് തർക്കം രൂക്ഷമായി. വിവിധ കരാറുകൾ സസ്പെൻഡ് ചെയ്തു.